പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ഗോവിന്ദച്ചാമി. ചാർലി, കൃഷ്ണൻ, രാജ, ഗോവിന്ദച്ചാമി, രമേശ് തുടങ്ങിയ പേരുകളിലെല്ലാമാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. സേലം, പഴനി, ഈറോഡ്, കടലൂർ, തിരുവള്ളൂർ, താമ്പരം എന്നിവിടങ്ങളിലെ കോടതികളിൽ നിന്നെല്ലാം ഇയാൾക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഇടത് കൈപ്പത്തി ഇല്ല എന്നതാണ് ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിന്റെ പ്രധാന അടയാളം. സൗമ്യ വധക്കേസിൽ ഇയാളെ പിടികൂടാനും കഴിഞ്ഞ ദിവസം ജയിൽ ചാട്ടത്തിന് ശേഷം വഴിയാത്രക്കാർ ഇയാളെ തിരിച്ചറിഞ്ഞതും പ്രധാനമായും ഈ അടയാളം വെച്ചാണ്. ഗോവിന്ദച്ചാമിയുടെ കൈപ്പത്തിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള കഥകളാണ് പോലീസുകാരും പറയുന്നത്. വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം കൈ ബൈക്കിന്റെ ബാക്ക് ടയറിലെ കമ്പികൾക്കിടയിൽ വെച്ചതാണ് എന്നാണ് ചിലർ പറയുന്നത്. മറ്റൊരു കഥ ഗ്രാമത്തലവന്മാരുടെ നേതൃത്വത്തിലുള്ള നാട്ടുകൂട്ടത്തിന്റെ തീരുമാനത്തിൽ ഇടത് കൈപ്പത്തി വെട്ടിമാറ്റി എന്നാണ്. അല്പം വിശദീകരിച്ച് പറയാം. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് എ സുരേഷൻ പോലീസുകാരോട് പറഞ്ഞ കഥ ഇങ്ങനെയാണ്. തമിഴ്നാട്ടിൽ ഒരു സ്ത്രീയെ ക്രൂരമായി ഉപദ്രവിക്കുകയും മാല മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ ഗോവിന്ദച്ചാമി നാട്ടുകാരുടെ പിടിയിലായി. ഗോവിന്ദച്ചാമിയുടെ പേരിൽ സമാനമായ ഒട്ടേറെ പരാതികൾ ആ നാട്ടിലുണ്ടായിരുന്നു. ഇതോടെ സഹികെട്ട നാട്ടുകാർ ഗ്രാമത്തലവന്മാരുടെ അടുത്ത് പരാതിയുമായി എത്തി. ഇടത് കൈപ്പത്തി വെട്ടിമാറ്റാനായിരുന്നു ഗ്രാമത്തലവന്മാരുടെ നേതൃത്വത്തിലുള്ള നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം. അങ്ങനെ ഗോവിന്ദച്ചാമിയുടെ കൈപ്പത്തി വെട്ടിമാറ്റി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഗോവിന്ദച്ചാമിയെക്കുറിച്ച് അന്വേഷിക്കാൻ തമിഴ്നാട് വിരുദുനഗർ ജില്ലയിലെ ഒരു തിരുട്ട് ഗ്രാമത്തിലെത്തിയ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് മറ്റൊരു കഥയാണ്. ഒരിക്കൽ ഒരു ഇടവഴിയിൽ വെച്ച് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച ശേഷം ബൈക്കിൽ പായുകയായിരുന്നത്രേ ഗോവിന്ദച്ചാമിയും കൂട്ടാളികളും. രക്ഷപ്പെടാനായി ബൈക്ക് അതിവേഗം ഹൈവേയിലേക്ക് എടുത്തപ്പോൾ അതിലൂടെ പാഞ്ഞുവന്ന ലോറിക്ക് അടിയിൽപ്പെടുമെന്ന സ്ഥിതിയായി. ബ്രേക്ക് ഇട്ടിട്ടും ബൈക്ക് നിയന്ത്രിക്കാൻ പറ്റാതായതോടെ പിന്നിലിരിക്കുകയായിരുന്ന ഗോവിന്ദച്ചാമി സ്വന്തം കൈ പിൻചക്രത്തിലെ കമ്പികൾക്കിടയിൽ തിരികെ കയറ്റി. ബൈക്ക് സഡൻ ബ്രേക്കിട്ട് പോലെ നിൽക്കുകയും ലോറി ഇടിക്കാതെ പോകുകയും ചെയ്തു. രണ്ടുപേരുടെയും ജീവൻ രക്ഷപ്പെട്ടുവെങ്കിലും ഗോവിന്ദച്ചാമിക്ക് അങ്ങനെ കൈപ്പത്തി നഷ്ടമായി. ഇതാണ് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബൈക്ക് മെക്കാനിക്കിനിടെ കൈപ്പത്തി മുറിഞ്ഞുപോയി എന്നാണ് ഗോവിന്ദച്ചാമി പറയുന്നത്. ജയിലിലായിരിക്കുമ്പോൾ തനിക്ക് കൃത്രിമ കൈ വേണമെന്ന് അന്നത്തെ ജയിൽ DGPയോട് നേരിട്ട് ആവശ്യപ്പെടുകയും നിവേദനം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഗോവിന്ദച്ചാമി. തമിഴ്നാട് കടലൂർ ജില്ലയിൽ വിരുദാചലം സമത്വപുരം ഐവതക്കുടി സ്വദേശിയാണ് ഗോവിന്ദച്ചാമി. ഗോവിന്ദച്ചാമിയുടെ ഏക ബന്ധുവായി പോലീസ് രേഖകളിലുള്ളത് സഹോദരൻ സുബ്രഹ്മണിയാണ്. 2 തവണ സുബ്രഹ്മണി ഗോവിന്ദച്ചാമിയെ കാണാൻ ജയിലിൽ എത്തിയതായാണ് വിവരം. സഹോദരനും നിരവധി കേസുകളിൽ പ്രതിയാണ്. ഗോവിന്ദച്ചാമിയിൽ നിന്ന് ശേഖരിച്ച വിലാസപ്രകാരമാണ് പോലീസ് ആദ്യം തമിഴ്നാട്ടിൽ പരിശോധനയ്ക്ക് പോകുന്നത്. എന്നാൽ വിലാസം വ്യാജമായിരുന്നു. പിന്നീട് ഗോവിന്ദച്ചാമിയുടെ രേഖാചിത്രം കാണിച്ച് സേലം പോലീസ് വഴി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കേരള പോലീസിന് ലഭിക്കുന്നത്. കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഗോവിന്ദച്ചാമി അമിത ലൈംഗികാസക്തിയുള്ള ആളാണ് എന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷനുകളിലും തൊട്ടടുത്ത ചേരികളിലും സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ട് ഇയാൾ. അമിത മദ്യപാനിയായ ഇയാൾ ലഹരിക്കും അടിമയാണ്. 2011 നവംബർ 11 കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചതു മുതൽ ഗോവിന്ദച്ചാമി ഉദ്യോഗസ്ഥർക്ക് സ്ഥിരം തലവേദനയായിരുന്നു. ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് ആത്മഹത്യാ നാടകം നടത്തിയിരുന്നു ഇയാൾ. പ്രാഥമിക കൃത്യങ്ങൾക്കായി സെല്ലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ മേൽക്കൂരിയിലെ കഴുക്കോലിൽ ഒറ്റക്കൈകൊണ്ട് ഉടുമുണ്ട് കെട്ടാൻ ശ്രമിച്ചു. ഓടിയെത്തിയ വാർഡന്മാരും സഹതടവുകാരും ചേർന്ന് പിന്തിരിപ്പിച്ച് സെല്ലിലടച്ചു. മറ്റുള്ളവരുടെ കൺമുൻപിൽ നടത്തിയ ആത്മഹത്യാശ്രമം നാടകമാണ് എന്ന് വ്യക്തമായത് തൊട്ടു പിന്നാലെ സൂപ്രണ്ടിന് കത്തുകൊടുത്തപ്പോഴാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തരീക്ഷം പിടിക്കുന്നില്ല എന്നും ബന്ധുക്കൾക്ക് വന്ന് കാണാൻ സൗകര്യത്തിന് പൂജപ്പുരയിലേക്ക് മാറ്റണമെന്നുമാണ് കത്തിലെ ആവശ്യം. എല്ലാ ദിവസവും ബിരിയാണി വേണമെന്നും ആവശ്യപ്പെട്ട് ഇയാൾ ജയിലിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. സെല്ലിനുള്ളിലെ CCTV ക്യാമറ തകരാറിലാക്കി. ജയിൽ ജീവനക്കാർക്കെതിരെ വിസർജ്യമെറിഞ്ഞു. ജയിലിലെ അക്രമത്തിന്റെ പേരിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദച്ചാമിയെ 10 മാസം തടവിനും ശിക്ഷിച്ചിരുന്നു. അതേസമയം കണ്ണൂർ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമി ഇനി കഴിയുക ഇന്ത്യയിലെ തന്നെ അതിസുരക്ഷാ ജയിലിലായ വിയ്യൂരിലാണ്. കേരളത്തിലെ കേസുകളിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലെ ഏകാന്ത സെല്ലിൽ ഗോവിന്ദച്ചാമിയെ അടച്ചിടും. ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്കിറങ്ങാൻ സാധിക്കില്ല. സെല്ലിൽ ഇരുന്നു കൊണ്ട് തന്നെ കഴിക്കണം. മറ്റു സെല്ലുകളിൽ ഉള്ളവരെ കാണാനോ സംസാരിക്കാനോ പറ്റില്ല. പ്രാഥമിക സൗകര്യങ്ങൾക്ക് പുറമെ അഗ്നിരക്ഷാ സംവിധാനവും ഫാനും കട്ടിലും CCTV ക്യാമറകളും എല്ലാം ഉള്ള സെല്ലാണ് ഇത്. കോടതി നടപടികൾക്കായി വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനമുള്ളതിനാൽ അതിനും പുറത്തിറക്കില്ല.
റഫറൽ ആശുപത്രികളിലേക്ക് നേരിട്ട് കൊണ്ടുപോകാതെ ടെലിമെഡിസിൻ സംവിധാനവും ഇതിനകത്തുണ്ട്. 17 ജയിലുകൾ അടങ്ങുന്ന സെൻട്രൽ സോണിലെ ഏറ്റവും പ്രധാന ജയിലാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള വിയ്യൂരിൽ നിലവിൽ 125 കൊടും കുറ്റവാളികൾ മാത്രമാണ് ഉള്ളത്. 9.5 ഏക്കറിൽ 730 മീറ്റർ ചുറ്റളവുള്ള മതിൽക്കെട്ടിനകത്താണ് ജയിലുള്ളത്. 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലാണ് വിയ്യൂരിൽ മതിൽ പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ജയിൽ ചാടൽ അത്ര എളുപ്പമല്ല. മതിലിൽ നിന്ന് 50 മീറ്റർ അകലത്തിലാണ് ജയിൽ കെട്ടിടം. 15 മീറ്റർ ഉയരമുള്ള 4 വാച്ച് ടവറുകളുണ്ട്. ബൈനാക്കുലർ സംവിധാനം, ഹൈബീം സെർച്ച് ലൈറ്റ്, വാക്കി ടോക്കി സജ്ജീകരണങ്ങളോടെ ആയുധധാരികളായ ഗാർഡുകളുമുണ്ടാകും. 250-ൽ പരം CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കും. കോടതി നടപടികൾക്കോ ആശുപത്രികളിലേക്കോ നേരിട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഇനി മരണം വരെ പുറത്തിറങ്ങാനാവാതെ ഗോവിന്ദച്ചാമി സെല്ലിനുള്ളിൽ കഴിയേണ്ടി വരും. അതേസമയം ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര വീഴ്ചയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. 2 കൈയുള്ളവർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി നടപ്പാക്കിയിരിക്കുന്നത്. ജയിൽ ചാടാൻ ഗോവിന്ദച്ചാമിക്ക് ആരുടെയെങ്കിലും സഹായം കിട്ടിയോ? രാത്രിയിൽ 2 മണിക്കൂർ ഇടവിട്ട് ജയിൽ അധികൃതർ അന്തേവാസികളെ പരിശോധിക്കാറുണ്ട്. ആ പരിശോധന കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് നടത്തിയില്ല? നടത്തിയെങ്കിൽ എന്തുകൊണ്ട് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് അറിഞ്ഞില്ല? ഗോവിന്ദച്ചാമിക്ക് ഹാക്സോ ബ്ലേഡ് കിട്ടിയത് എങ്ങനെയാണ്? ജയിലിന്റെ 6 കമ്പികൾ നിസ്സാരമായി മുറിച്ചു മാറ്റാൻ ഗോവിന്ദച്ചാമിക്ക് എങ്ങനെ സാധിച്ചു? ഒറ്റക്കയ്യനായിട്ടും 20 അടിയോളം പൊക്കമുള്ള മതിൽ അനായാസമായി എങ്ങനെ ചാടിക്കടന്നു? കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും ഉൾപ്പെടെ വസ്ത്രങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു? മാസത്തിൽ 1 പ്രാവശ്യം തലമുടി വെട്ടണം, ആഴ്ചയിൽ ഷേവ് ചെയ്യണം എന്നാണ് ജയിൽ ചട്ടം എന്നിരിക്കെ ഒരു കൊടും ക്രിമിനലിന് താടി നീട്ടി വളർത്താനടക്കം ആരാണ് അനുമതി നൽകിയത്? ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അറിഞ്ഞിട്ടും പോലീസിനെ അറിയിക്കാൻ എന്തുകൊണ്ട് വൈകി? ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ പദ്ധതിയിട്ട ദിവസം തന്നെ CCTV മോണിറ്ററിംഗ് ചുമതലയുള്ളയാൾ ജയിലിലെ ഒരു തടവുകാരനുമായി ആശുപത്രിയിൽ പോയത് എന്തിന്? ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നും സംശയിക്കേണ്ടേ? ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ മാത്രമല്ല, തടവിലെ താമസത്തിലടക്കം ജയിൽ അധികൃതർക്ക് അടിമുടി വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും. ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ സൗമ്യ വധക്കേസ് പോലെ മറ്റൊരു കേസ് കൂടി ഉണ്ടാകുമായിരുന്നുവെന്നാണ് മുൻ ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം അമിത ലൈംഗികാസക്തിയുള്ള ക്രിമിനലാണ് ഗോവിന്ദച്ചാമി. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമൊക്കെ പെൺകുട്ടികൾ പോകുന്ന സമയത്തായിരുന്നു ഗോവിന്ദച്ചാമി റോഡിലൂടെ നടന്നുപോയത്. ഒരുപക്ഷെ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റിക്കാട്ടിലേക്ക് ഇയാൾ മറ്റൊരു പെൺകുട്ടിയെ വലിച്ചു കൊണ്ടുപോകുമായിരുന്നുവെന്നാണ് മുൻ DGP അലക്സാണ്ടർ ജേക്കബും പറഞ്ഞത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ മറ്റു വിശദ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ്, ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം സർക്കാരിന്റെയോ ആഭ്യന്തര വകുപ്പിന്റെയോ വീഴ്ചയല്ല എന്ന് വരുത്താനുള്ള ശ്രമങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. അത്തരത്തിൽ വന്ന ഒരു പോസ്റ്റ് ആദ്യമൊന്ന് വായിക്കാം. 2013-ൽ റിപ്പർ ജയാനന്ദൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയി. ജയാനന്ദനൊപ്പം ഊപ്പപ്രകാശ് എന്ന് വിളിക്കുന്ന ഒരാൾ കൂടി അന്ന് തടവ് ചാടി. ജയിൽ ഉദ്യോഗസ്ഥർക്ക് മയക്കുമരുന്ന് കലർന്ന ലഡ്ഡു വിതരണം ചെയ്ത ശേഷമാണ് 1986-ൽ ചാൾസ് ശോഭരാജ് തിഹാർ ജയിലിൽ നിന്ന് ചാടിയത്. കോൺഗ്രസ് നേതാവും പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയുമായ ബിയാന്ത് സിംഗിനെ മനുഷ്യബോംബിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ഖാലിസ്ഥാൻ തീവ്രവാദി ജഗ്താർ സിംഗ് ഹവാര ചണ്ഡീഗഡിലെ അതീവ സുരക്ഷയുള്ള ബുറൈൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് കേട്ടാൽ ആരും ഞെട്ടും. 8 അടി ആഴവും 108 അടി നീളവുമുള്ള ഒരു തുരങ്കം കുഴിച്ചു. 2 സുരക്ഷാ മതിലുകൾ ചാടിക്കടന്ന് ജയിലിന്റെ പുറം ചുറ്റളവിൽ നിന്ന് 20 മീറ്റർ പിന്നെയും തുരന്നു. എന്നിട്ടും ജയിൽ അധികൃതർ അറിഞ്ഞില്ല. നട്ടൂർലാൽ എന്നൊരു വിദ്വാൻ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ചാൾസ് ശോഭരാജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇയാളുടെ പേരിൽ സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്. താജ്മഹൽ 3 വട്ടവും റെഡ് ഫോർട്ട് 2 വട്ടവും രാഷ്ട്രപതി ഭവൻ ഒരിക്കലും ഇന്ത്യയിൽ ടൂറിസ്റ്റുകളായി എത്തിയ സായിപ്പുമാർക്ക് വിറ്റു കാശാക്കിയിട്ടുണ്ട് ഇയാൾ. 1996 ജൂൺ 24-ന് പോലീസ് എസ്കോർട്ടോടെ കാൺപൂർ ജയിലിൽ നിന്ന് ദില്ലി എയിംസിലേക്ക് വീൽ ചെയറിൽ കൊണ്ടുപോകും വഴി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരെ വെട്ടിച്ച് കടന്നുകളഞ്ഞതാണ് ആശാൻ. പിന്നെ ആരും കണ്ടിട്ടില്ല.
ചാടിപ്പോകുമ്പോൾ 84 വയസ്സുണ്ടായിരുന്നു. ഇയാൾ ജീവനോടെ ഉണ്ടോ എന്ന് തീർച്ചയില്ലാത്തതിനാൽ ബീഹാർ, UP സംസ്ഥാനങ്ങൾ ഇതുവരെ ആ കേസുകൾ പിൻവലിച്ചിട്ടില്ല. ചമ്പൽ കൊള്ളക്കാരി ഫൂലൻ ദേവിയെ വെടിവെച്ചു കൊന്ന ഷേർ സിംഗ് റാണ തീഹാർ ജയിലിൽ നിന്ന് ചാടിപ്പോയത് അതിലേറെ നാടകീയമായിട്ടാണ്. ഹരിദ്വാർ കോടതിയിൽ ഹാജരാക്കാൻ എന്ന വ്യാജേന പോലീസ് വേഷം ധരിച്ചെത്തിയ അനുയായികൾക്കൊപ്പം ഇയാൾ ചാടിപ്പോയി. 2 വർഷത്തിനിടെ ഇയാൾ പോലീസിന്റെ മൂക്കിന് താഴെ കൂടെ തെക്ക് വടക്ക് നടന്നു. 2 കൊല്ലം കഴിഞ്ഞാണ് ഇയാൾ പിടിയിലാവുന്നത്. എന്താലേ, എന്തൊരു വിചിത്രമായ ന്യായീകരണമാണ് CPM-ഉമായും സർക്കാരുമായും അടുത്തു നിൽക്കുന്നവർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗോവിന്ദചാമിയുടെ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. 40 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കാവലുള്ളതും സുരക്ഷയുള്ളതുമായ ജയിലാണ് ഇത്. 10 ബ്ലോക്കുകളാണ് ജയിലിനുള്ളിൽ ഉള്ളത്. അതിനകത്തു തന്നെ അതീവ സുരക്ഷയുള്ള 10ാം നമ്പർ സെല്ലിലായിരുന്നു ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത്. അവിടെയാകെ 68 സെല്ലുകളുണ്ട്. ഓരോ സെല്ലിലും ഓരോ കുറ്റവാളികളെ മാത്രമാണ് പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് എന്നത് ഞെട്ടിക്കുന്നതാണ്. പരാജയപ്പെട്ട ജയിൽ ചാട്ടത്തിന് ശേഷം പിടിയിലായ ഗോവിന്ദചാമി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജയിൽ ചാട്ടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലായിരുന്നു തന്റെ ജയിൽ ചാട്ടമെന്നാണ് ഗോവിന്ദചാമി പോലീസിന് മൊഴി നൽകിയത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവേ കമ്പികൾ മുറിച്ചുമാറ്റി തടവുചാടിയ റിപ്പർ ജയാനന്ദനെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ആ റിപ്പർ ജയാനന്ദനെയാണ് ഇവിടെ ഗോവിന്ദചാമി മാതൃകയാക്കിയത്. റിപ്പർ ജയാനന്ദൻ ജയിൽ ചാടിയതുപോലെയായിരുന്നു ഗോവിന്ദചാമിയുടെയും ജയിൽ ചാട്ടം. ഗോവിന്ദചാമി ജയിൽ ചാടിയത് 8 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ്. ജയിൽ ചാട്ടം സുഗമമാക്കാൻ തടി കുറയ്ക്കാനും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു. വ്യാഴാഴ്ച രാത്രി സെല്ലിനുള്ളിൽ 1 മണിവരെ ഗോവിന്ദചാമി മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നുവെന്നാണ് വാർഡർമാർ പറഞ്ഞിരിക്കുന്നത്. എന്നത്തെയും പോലെ ചുവരിനോട് ചേർന്നു തന്നെയായിരുന്നു ഇയാളുടെ കിടത്തം. ഇതിനിടെ 10ാം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ല എന്ന് പരാതി വരുന്നു. പിന്നാലെയാണ് വാർഡൻ സെല്ലിനടുത്തെത്തി ടോർച്ചടിച്ചു നോക്കിയത്. ഗോവിന്ദചാമി അപ്പോഴും പതിവ് ശൈലിയിൽ പുതച്ചുമൂടി അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പോലീസുകാർക്ക് നൽകിയ മൊഴി. മുൻപ് പുറത്തു വന്നിരുന്ന ചിത്രങ്ങളിൽ കണ്ടിരുന്നതിനേക്കാൾ മെലിഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങൾ. ഇയാൾ ഏതാണ്ട് പകുതിയോളം ഭാരം കുറച്ചിരുന്നു. ജയിൽ ചാടാൻ വേണ്ടി ഭക്ഷണം ക്രമീകരിച്ചതായാണ് വിവരം. മനഃപൂർവ്വം ഭക്ഷണം ചുരുക്കിയും ചില നേരത്തെ കഴിക്കാതിരുന്നും ശരീരഭാരം കുറയ്ക്കുകയായിരുന്നു ഗോവിന്ദചാമി. കമ്പികൾക്കിടയിലൂടെ നൂഴ്ന്നിറങ്ങാനുള്ള സാധ്യത കൂടി പരിഗണിച്ചായിരുന്നു ഈ മാറ്റം. ദീർഘനാളായി ചോറ് കഴിച്ചിരുന്നില്ല, പകരം ചപ്പാത്തി കഴിച്ചു. ഇതിന് ഡോക്ടറിൽ നിന്നുള്ള അനുവാദവും ലഭിച്ചിരുന്നുവെന്നാണ് വിവരം. രാത്രി സമയത്ത് ഉറങ്ങിയിരുന്നില്ലെന്നും പകരം കമ്പികൾ മുറിച്ചുമാറ്റുന്ന ജോലി ചെയ്യുകയായിരുന്നുവെന്നുമാണ് ഗോവിന്ദചാമി പറഞ്ഞിരിക്കുന്നത്. പകൽ സമയത്തായിരുന്നു ഇയാളുടെ ഉറക്കം. കമ്പി മുറിക്കുന്നതിന്റെ ശബ്ദം ആരും കേൾക്കാതിരിക്കാനും ശ്രദ്ധിച്ചു. ജയിലിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെയാണ് ഹാക്സോ ബ്ലേഡ് തന്ത്രത്തിൽ കൈക്കലാക്കുന്നത്. അതുപയോഗിച്ചാണ് താഴെ നിരയിലുള്ള കമ്പി അറുത്തത്. കഴിഞ്ഞ 1 മാസത്തോളമായി രാത്രി ഈ കമ്പികൾ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗോവിന്ദചാമി. കഴിഞ്ഞ ദിവസം രാത്രിയോടെ അത് പൂർണ്ണമായി മുറിച്ചു മാറ്റിയെന്നും ജയിൽ അധികൃതർ പറയുന്നു. ഇരുമ്പ് കമ്പിയുടെ കട്ടി കുറയ്ക്കാൻ ഉപ്പ് വെച്ച് തുരുമ്പിപ്പിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. കമ്പി വളച്ച വിടവിലൂടെ പുറത്തു ചാടാൻ മെലിഞ്ഞ ശരീരം സഹായിച്ചു. ജയിലിലെ ക്വാറന്റീൻ ബ്ലോക്ക് വഴി കറങ്ങിയാണ് ജയിൽ മതിലിന് അടുത്തെത്തിയത്. തുടർന്ന് ഉണക്കാനിട്ട തുണിത്തരങ്ങൾ കൂട്ടിക്കെട്ടി വടമുണ്ടാക്കി മതിൽ ചാടിക്കടന്നു. ഒരു കൈകൊണ്ട് തുണിയിൽ പിടിച്ചും വായ കൊണ്ട് കടിച്ചു പിടിച്ചും മുകളിലേക്ക് കയറിയെന്നാണ് ഗോവിന്ദചാമിയുടെ മൊഴി. ഈ വിധത്തിൽ അതിശ്രമകരമായാണ് 7.5 മീറ്റർ നീളമുള്ള മതിൽ ചാടിക്കടന്നത് എന്ന് പോലീസ് പറയുന്നു. കുളിക്കാനുള്ള വെള്ളം ശേഖരിക്കുന്ന ടാങ്കിന് മുകളിൽ കയറിയാണ് ജയിലിലെ മതിലിന് മുകളിൽ എത്തിയത്. മതിലിന് മുകളിലെ ഇലക്ട്രിക് വേലിയുടെ കമ്പിയിൽ പുതപ്പ് കെട്ടിയ ശേഷം താഴേക്ക് ചാടുകയായിരുന്നു. വൈദ്യുതി വേലി കേടായിരുന്നു. അതും ഗോവിന്ദചാമിക്ക് ഗുണമായി. ഇതിനിടെ വസ്ത്രം മാറിയുടുക്കാനും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു. ജയിൽ യൂണിഫോമായ വെള്ള വസ്ത്രം മാറ്റിയ ശേഷം റിമാൻഡ് തടവുകാർ ഉപയോഗിക്കുന്ന വസ്ത്രമെടുത്ത് അണിഞ്ഞു. റിമാൻഡ് തടവുകാർക്ക് ജയിൽ യൂണിഫോം ഇല്ല. ഇത് ധരിച്ചത് കാരണം പുറത്തിറങ്ങിയപ്പോഴും അധികം ആളുകൾക്ക് ഗോവിന്ദചാമിയെ തിരിച്ചറിയാനായില്ല. ഗോവിന്ദചാമിയുടെ സഹതടവുകാരനും ചാടാൻ തയ്യാറെടുത്തിരുന്നുവെന്നാണ് വിവരം. എന്നാൽ കമ്പിക്കുള്ളിലൂടെ പുറത്തു കടക്കാൻ സാധിക്കാതെ വന്നതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും വിവരമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഭക്ഷണം നിയന്ത്രിച്ച് മെലിഞ്ഞതിനാൽ ഗോവിന്ദചാമിക്ക് എളുപ്പത്തിൽ പുറത്തു കടക്കാനായി എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം സെൻട്രൽ ജയിലിൽ നിന്ന് ആദ്യ 2 മതിലുകൾ ചാടിക്കഴിഞ്ഞ് ഏറ്റവും പുറത്തെ 3ാമത്തെ കൂറ്റൻ മതിൽ കണ്ടപ്പോൾ
ജയിലിലേക്ക് തിരികെ കയറാൻ ആലോചിച്ചിരുന്നതായും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ജയിൽ ചാടിയാൽ 6 മാസത്തെ തടവ് ശിക്ഷ മാത്രമേ ലഭിക്കൂ എന്ന് സഹതടവുകാരൻ മുൻപ് പറഞ്ഞത് ഓർത്തു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ചാടുകയായിരുന്നു ഗോവിന്ദച്ചാമി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തമിഴ്നാട്ടിലേക്ക് കടന്ന് മോഷണം നടത്തി ജീവിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. പരോൾ പോലും നൽകാത്തതിന്റെ കടുത്ത അമർഷവും ഉണ്ടായിരുന്നു. ജയിൽ ചാടുന്നത് സഹതടവുകാരായ ഷിഹാബ്, വിശ്വനാഥൻ, സാബു, തേനി സുരേഷ് എന്നിവർക്ക് അറിയാമെന്നും ഇയാൾ മൊഴി നൽകിയതായാണ് വിവരം. ആദ്യം ഗുരുവായൂർ പോയി പിന്നീട് രാത്രിയിൽ തമിഴ്നാട്ടിലേക്ക് പോകാനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ പ്ലാൻ. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുമ്പോൾ പോലീസിനെ കളിയാക്കി വീഡിയോ ചെയ്യാൻ വരെ ആലോചിച്ചിരുന്നുവെന്നും ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞു. എന്തായാലും ഇനി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സംഭവിച്ച വീഴ്ചകളെല്ലാം പുറത്തു വന്നേ തീരൂ.